ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. വീട്ടിലാണ്, പാലക്കാടാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഉപ്പുമുളകിൻ്റെ ഷെഡ്യൂളിൽ പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ചെയ്യുന്നൊരു എപ്പിസോഡാണ്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് ഒരു 21 വർഷങ്ങളുടെ എൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു യാത്രയാണ്. അതിൽ കിട്ടിയ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു അംഗീകാരങ്ങളും എനിക്കൊരുപാട് സന്തോഷം തന്നിട്ടുള്ള അംഗീകാരങ്ങളുമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ അവാർഡ്സൊക്കെ നോക്കുമ്പോൾ ആലോചിക്കും, ഇതിലൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ച ഏകദേശം എന്താ പറയുക, എത്രത്തോളം വർഷങ്ങൾ നമ്മളായി, എന്തൊക്കെ ചെയ്തു എന്നുള്ള കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ മാത്രമല്ല എല്ലാവരുടെ ജീവിതത്തിലും പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ നമുക്ക് എന്താ പറയുക എത്തിച്ചേരാൻ പറ്റുന്നത് ഡയറികളിലൂടെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഡയറി, അതായത് ഓരോ ഡയറിയും ഞാൻ വിശ്വസിക്കുന്നത് ഓരോ ആത്മകഥയുടെ ഓരോ അംശമാണ്. അതായത് ഓരോ കൊല്ലത്തെ ഡയറി ഒരു വലിയ ആത്മകഥയുടെ ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്ന് എൻ്റെ ഡയറി, അതായത് ഞാനൊരു ചെറിയ ആക്ടർ, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അഭിനയിച്ച് ഞാൻ ഇത്ര 21 വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 21 വർഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു, അതിനു മുമ്പുള്ള കുറച്ച് രസകരമായ കാര്യങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ദേ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോഴുമുള്ള ഡയറികളാണ്. അതായത് കുറേ എണ്ണം പോയി, ചിലതൊക്കെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കാതെ, ചിലതൊക്കെ അറിയാതെ ചിലവർ കളഞ്ഞത്, പക്ഷെ ഒരുപാടെണ്ണം ദേ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഡയറികളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. എനിക്ക് തന്നെ ഒരു കൗതുകമായിരുന്നു ഇതിലെന്താ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പ് കുറേ ഡയറികളൊക്കെ തുറന്ന് നോക്കി, അപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ 2 ഡയറി, അതായത് 95 പിന്നെ 97, ഈ 2 ഡയറികളും ഇതിലില്ല. അതിലൊന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എൻ്റെ മോൻ എടുത്തിട്ട് 95 ഡയറി ഒരു നോവൽ വായിക്കുന്ന പോലെ ഇരുന്ന് അവൻ്റെ റൂമിൽ വായിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ഒരു 1-2 വർഷം മുമ്പ്. അപ്പോൾ അത് വേറൊന്നുമല്ല, അവൻ ജനിച്ച വർഷമാണ്. അതിൽ അവൻ ജനിച്ചതിനെക്കുറിച്ചും അവൻ്റെ ഓരോ ദിവസങ്ങളെക്കുറിച്ചും, കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഓരോ ദിവസത്തെക്കുറിച്ച് ഞാൻ ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കൗതുകത്തോടെ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സംശയം അവരത് കൊണ്ടുപോയോ എന്നാണ്, അത് ഇതിൽ കാണുന്നില്ല. 97, അതായത് 2.5 വർഷം കഴിഞ്ഞ്, മോൻ ജനിച്ചത് 95 മെയ് 1-നാണ്. ഒക്ടോബർ 2 97-നാണ് എൻ്റെ ഇരട്ടക്കുട്ടികൾ ജനിച്ചത്. 2.5 വർഷത്തിൻ്റെ വ്യത്യാസമാണ് അവർ തമ്മിൽ. ആ ഡയറിയും കാണുന്നില്ല. അപ്പോൾ അവരന്ന് വായിച്ചത്, മോനിങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ആ ഡയറി അന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓരോ ദിവസവും അവൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ്, അവൻ ചിരിക്കാൻ തുടങ്ങിയോ, അവൻ എഴയാൻ തുടങ്ങിയോ, അവൻ മറിഞ്ഞോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ട്വിൻസിൻ്റെ കാര്യങ്ങളും ഞാൻ എഴുതിയിരുന്നു. അപ്പോൾ ആ ഡയറികൾ കാണാനില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് സാദത്ത്, സിനിമാറ്റോഗ്രാഫർ, അന്ന് സ്ഥിരമായിട്ട് എപ്പോഴും വീട്ടിൽ വരുമ്പോൾ അവൻ്റെ ഒരു കൗതുകമായിരുന്നു ഈ കുഞ്ഞു കുട്ടികളുടെ എന്താ പറയുക ഫോട്ടോസ് എടുത്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഡയറികളിലേക്ക് പോകുന്നതിന് മുമ്പ് വർഷ, രക്ഷ, ആകാശിൻ്റെ മൂത്ത മോൻ, ഇരട്ടകളാണ് വർഷ, രക്ഷ. അപ്പോൾ ആകാശിൻ്റെയും വർഷയുടെയും രക്ഷയുടെയും കുറച്ച് ഫോട്ടോസുകളിലൂടെ നമുക്ക് ആദ്യം സഞ്ചരിക്കാം. ഇത് ആകാശ്. ഇന്നിപ്പോൾ ആകാശ് 28 വയസ്സായിട്ട് ഈ വരുന്ന ഡിസംബറിൽ, 2024 ഡിസംബറിൽ അവൻ്റെ മാരേജാണ്. പക്ഷെ അന്ന് അവൻ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ സാദത്തെടുത്ത ഫോട്ടോസാണ്. ആ സമയത്ത് ഇവരിങ്ങനെയായിരുന്നു, വർഷയും രക്ഷയും. ഇത് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ഹാളിൽ തന്നെ സാദത്ത് അന്ന് എടുത്ത് ഞങ്ങൾക്ക് സാദത്ത് തന്നെ ഫ്രെയിം ചെയ്ത് തന്നതാണ്, വളരെ സ്നേഹത്തോടെ. അപ്പോൾ ഈ വീഡിയോയിലൂടെ സാദത്തിനും വലിയൊരു താങ്ക്സ്. ആകാശിനെയും വർഷരക്ഷയുടെയും ഫോട്ടോസൊക്കെ കാണിച്ചപ്പോഴാണ് ഓർത്തത് 1995-ലെയും 1997-ലെയും ഡയറികളിലുള്ളൊരു കാര്യം. അതായത് ഞങ്ങളുടെ മംഗലാപുരംകാരനനുസരിച്ചിട്ട് ഈ തൊട്ടിൽ കുഞ്ഞിനെ വെക്കുമ്പോൾ അതൊരു പ്രത്യേക ചടങ്ങൊക്കെ ചെയ്തിട്ടാണ് തൊട്ടിൽ വെക്കാറുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു തൊട്ടിലുണ്ട്, ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള തൊട്ടിലാണ്. എൻ്റെ അച്ഛൻ അതിലാണ് കിടന്നിരിക്കുന്നത്, ഞാൻ അതിലാണ് കിടന്നത്. എൻ്റെ അച്ഛൻ്റെ കാട്ടും മൂത്തൊരു കസിൻ ബ്രദറുണ്ട്, അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നപ്പോഴും ആ തൊട്ടിലാണ് കിടന്നതാണെന്ന് ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ മോൻ ആ തൊട്ടിലാണ് കിടന്നത്, എൻ്റെ ഇരട്ട കുട്ടികളും മാറി മാറി തൊട്ടിലാണ് കിടന്നത്. ആ തൊട്ടിൽ കഴിഞ്ഞൊരു 10-15-20 വർഷമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ബ്രാസിൻ്റെ ഫുള്ള് ബ്രാസ് വെച്ചുണ്ടാക്കിയതാണ്, ഇപ്പോഴത്തെ തൊട്ടിൽ പോലെയല്ല. അപ്പോൾ അത് നമ്മൾ ഈ ഇവിടെ എന്താ പറയുക കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതിനെടുത്ത് ഫുൾ പോളിഷ് ചെയ്ത് ഭംഗിയാക്കിയിട്ട് ഉപയോഗിക്കും. പക്ഷെ കുറേ കാലമായിട്ട് അതിങ്ങനെ ഇവിടെ കിടക്കുക. അത് പെട്ടെന്ന് ഓർത്തപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മുത്തശ്ശൻ ചെന്നൈയിൽ നിന്നും
ഞങ്ങൾ ഉടുപ്പിക്കാരാണ്, പക്ഷേ മുത്തശ്ശൻ ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഏകദേശം 1938-39 കാലഘട്ടത്ത് പാലക്കാട് വരുമ്പോൾ കൂടെ കൊണ്ടുവന്ന ബ്രാസിൻ്റെ ഒരു തൊട്ടിലാണ്. ഇതാ ആളിങ്ങനെ ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ആടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ തൊട്ടിലാണ് എൻ്റെ അച്ഛൻ, ഞാൻ, മോൻ, എൻ്റെ ഇരട്ട പെൺകുട്ടികൾ എല്ലാവരും, എൻ്റെ ചെറിയച്ഛൻ്റെ മക്കൾ ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ തൊട്ടിലിങ്ങനെ കിടക്കുക. ഈ സ്റ്റാൻഡൊക്കെ അത്ര പഴയതല്ല കേട്ടോ. അത് പിന്നീട് പണ്ടൊക്കെ തൊട്ടിൽ കെട്ടുകയല്ലേ ചെയ്യുക മുകളിലേക്ക് നമ്മൾ. ഇത് സ്റ്റാൻഡ് പിന്നീട് ഉണ്ടാക്കിയതാണ് ഇവിടെ. പക്ഷേ ഈ തൊട്ടിൽ ഒറിജിനൽ അതേപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഫുൾ ബ്രാസാണ്, ബ്രിട്ടീഷ് കാലഘട്ടത്ത് ഉണ്ടാക്കിയ തൊട്ടിലാണ്. അതാണ് ഇപ്പോഴും ഒരു ഫോറലും കൂടാതെ അതേ ക്വാളിറ്റിയിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇതിനൊന്ന് പോളിഷ് ചെയ്താൽ ഇപ്പോഴും ആൾ വള എന്ന് പറയും. അപ്പോൾ ഡയറിയെക്കുറിച്ചും പഴയ ഓർമ്മകളെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഏറ്റവും പഴയൊരു അതിഥിയായ ഒരാളും പല ഡയറികളിലും പരാമർശിച്ചിട്ടുള്ള ഒരു അതിഥിയും കൂടി ഈ തൊട്ടിലും കൂടി നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. 95 ഡയറി കിട്ടിയില്ല, പക്ഷെ 96 ഡയറി ഉണ്ട്. 31 ജനുവരി പേഴ്സണൽ എക്സ്പെൻഡിച്ചർ 27 രൂപ 50 പൈസ. എന്താണാവോ? ബോത്ത് അനിത ആൻഡ് ആകാശ് ആർ ഫൈൻ. ആകാശ് has started standing on 2 feet. വെൻറ്റ് ഫോർ രാജേഷ് കൃഷ്ണൻസ് ഹൗസ് വാമിങ് ഇൻ ദി ഈവനിങ്. അതായത് എൻ്റെ ഒരു സുഹൃത്ത്. പക്ഷേ അതിനുശേഷം മാർച്ച് 1 ആകാശ് is standing up easily now. He started doing it early on the 28th of last month. എൻ്റെ മോൻ ആദ്യമായിട്ട് നിൽക്കാൻ തുടങ്ങിയതും പിന്നീട് എളുപ്പത്തിൽ 2 കാലിൽ എണീറ്റ് നിൽക്കാൻ തുടങ്ങിയ ദിവസങ്ങൾ ഇതിൽ ഓർത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ. ഈ ഡയറി ഇല്ലെങ്കിൽ ഞാൻ ഈ ഡേറ്റുകൾ പോലും ഓർത്തുണ്ടാവില്ല. അങ്ങനെ 96 ഡയറി എടുത്തപ്പോൾ എൻ്റെ മോൻ ആദ്യമായിട്ട് എണീറ്റ് നിന്നതും പിന്നീട് എളുപ്പത്തിൽ എണീറ്റ് നിൽക്കാൻ തുടങ്ങിയതൊക്കെ ഞാൻ കണ്ടു. ഇനി നമുക്ക് എൻ്റെ അഭിനയ ജീവിതത്തിലെ യാത്രകളിലേക്ക് പോവാം. 2003 എൻ്റെ അഭിനയ ജീവിതം, പ്രൊഫഷണലായിട്ടുള്ള ആക്ടറായിട്ടുള്ള അഭിനയ ജീവിതം തുടങ്ങുന്നത്. അതിനുമുമ്പ് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്, സ്വന്തം ചിലവിലും അങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു പ്രൊഫഷണൽ ആക്ടറായിട്ട് ശമ്പളം വാങ്ങിക്കൊണ്ട് എൻ്റെ തൊഴിലായിട്ട് അഭിനയം മാറുന്നത് 2003. ആദ്യം ചെയ്യുന്നത് സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചു ചിത്രകൂടം എന്ന് പറയുന്ന സിനിമയിൽ. അതിൻ്റെ ഡയറക്ടർ പ്രദീപ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അദ്ദേഹം തമിഴിലാണ് കൂടുതൽ വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാള സിനിമയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിന് കുറേ അവാർഡുകൾ കിട്ടുകയും അതിൻ്റെ ആ ഫെസ്റ്റിവലിൽ ജൂറി ചെയർമാനായിരുന്നത് TK രാജകുമാർ സാർ ആയതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ മലയാളം പടം വന്നു അദ്ദേഹത്തിൽ നിന്നും. അതായത് ഇവർ, നമ്മുടെ ജയറാം ഹീറോ ആയിട്ട്. അതിൽ ഞാൻ അലമ്പ് രാജൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു. അതിനുശേഷം എനിക്കെന്നെ ഒരു മാറ്റം വരുത്തി, എൻ്റെ കരിയറിലൊരു മാറ്റം വരുത്തിയൊരു വർക്ക് എന്ന് പറയാം, സത്യൻ അന്തിക്കാട് സാറിൻ്റെ മനസ്സിനക്കരെ. ഈ 3 വർക്കും 2003 ചെയ്തു. ഈ മനസ്സിനക്കരയും കഴിഞ്ഞ് മനസ്സിനക്കര വലിയ ഹിറ്റായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത്ര ഇങ്ങനെ പെട്ടെന്ന് സിനിമ വരുന്നുണ്ട്. കൊല്ലത്തിൽ 3-4 ഒക്കെ വരുള്ളൂ. അതായത് ആ വർഷം ഞാൻ ആകെ 3 ചെയ്തുള്ളൂ. അപ്പോഴാണ് 2004 ഈ ഡയറി എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഓർമ്മ വന്നത്, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സീരിയൽ KK രാജീവ് സാറിൻ്റെ ഓർമ്മ. ആ സീരിയലിന് ശേഷം ഇന്ന് വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു വലിയ താങ്ക്സ് പറയേണ്ടത് KK രാജീവ് സാറിനാണ്. ബിക്കോസ് സിനിമാക്കാരടക്കം എന്നെ കൂടുതൽ വിളിക്കുകയും കൂടുതൽ സിനിമകൾ എനിക്ക് തരികയും ചെയ്തത് KK രാജീവ് സാറിൻ്റെ ഓർമ്മ എന്ന സീരിയലിൽ ഡോക്ടർ ശ്യാം എന്ന് പറയുന്ന ക്യാരക്ടർ കണ്ടതിന് ശേഷമാണ്. അതിൻ്റെ കൂടുതൽ എഴുതിയിട്ടില്ല, ആ ക്യാരക്ടർ കിട്ടി എന്നുള്ളത് എഴുതുക എന്നല്ലാതെ. പക്ഷെ അതിൻ്റെ ഒരു നല്ല ഓർമ്മ എൻ്റെ ട്രോഫീസൊക്കെ വെച്ചിട്ടുള്ള ഷെൽഫ്, അവാർഡല്ല, പക്ഷെ വേറൊരു ഓർമ്മയുണ്ട്, അത് കാണിച്ചു തരാം. ഓർമ്മയുടെ ഒരു ഓർമ്മയുണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് ഓർമ്മ. ഇതാണ് KK രാജീവ് സാറ്, ശ്രീല ചേച്ചിയുണ്ട്, വീരേന്ദ്രകുമാർ സാറുണ്ട്, GK പിള്ള സാറ്, പ്രിയാരാമൻ അതിൻ്റെ സൈഡിൽ. ഈ കഷണ്ടി തല മിസ്സിയില്ലല്ലോ. ഇതാ രാജേഷ് അബ്ബാറും എൻ്റെ ഭാര്യയായിട്ട് അന്ന് അഭിനയിച്ച ജെന്നി, സിന്ധു. ഇതിലൊരു കൗതുകമുള്ള കാര്യം, ഈ സിന്ധു ഉണ്ടല്ലോ, അതായത് ഈ സിന്ധു ചിത്രകൂടം എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ എൻ്റെ ഹീറോയിനായിരുന്നു. അതായത് എൻ്റെ ഓപ്പോസിറ്റായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. ഇത് ഓർമ്മയുടെ ഫൈനൽ ഡേ,
അതായത് ലാസ്റ്റ് പാക്കപ്പ് ഡേ ഫൈനൽ ഷോട്ട് കഴിഞ്ഞെടുത്ത ഒരു സ്നാപ്പാണ്. ഇതിൽ കാണാം സുരേഷ് കൃഷ്ണനെ കാണാം, വിഗൊക്കെ ഒരു പ്രത്യേകതരം വിഗൊക്കെ വെച്ച് ഓർമ്മ കണ്ടവർ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളാണ് ഓർമ്മ എനിക്ക് സമ്മാനിച്ചത്. സനുഷ, കുഞ്ഞ് സനുഷ, പിന്നീട് ഇതിലെൻ്റെ വളർത്തുമോളും, പിന്നീട് ഉണ്ണിയാർച്ചയിൽ എൻ്റെ മോളും. സനുഷയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വേറൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, മനോജ് ഡയറക്റ്റ് ചെയ്തത്, വയലിൻ എന്ന് പറഞ്ഞിട്ട്. അതിലും എൻ്റെ മോളായിട്ടായിരുന്നു. ഇതേ ഇവിടെ ബോബൻ സാമുവൽ കാണാം, റോമൻസ് എന്ന സിനിമയിലൊക്കെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഇവിടെ VK ബൈജു, ഇതിൻ്റെ റൈറ്ററാണ് ഇദ്ദേഹം, ആ ചേട്ടനെയും കാണാം. അങ്ങനെ ഡയറിയിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലിൽ നിന്നും നേരെ ഞാൻ പോയത് ഈ ഫോട്ടോയിലേക്കാണ്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സീരിയൽ, മാതൃഭൂമി പ്രൊഡ്യൂസ് ചെയ്ത ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റായ ഓർമ്മ. എന്താ പറയുക, ഓർമ്മയുടെ ഓർമ്മകൾ എന്നും മധുരിക്കുന്നത് തന്നെയാണ്. ഇതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്ന ഒരു വർക്ക്. 2004 നിന്നും ഞാൻ നേരെ ചാടുന്നത് 2015 പ്രിയമാനസം was screened today as the IFFI opening film of the Indian panorama. It went well. Everyone praised my acting. അത് എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഇത് ഗോവയിൽ വെച്ചിട്ട് 2015 കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സിനിമയായ പ്രിയമാനസം എന്ന സിനിമ സ്ക്രീൻ ചെയ്തതിനെ കുറിച്ചായിരുന്നു ഈ ആർട്ടിക്കിൾ. 2015 എനിക്ക് വളരെ സ്പെഷ്യൽ വർഷമായിരുന്നു, അത് പറയാം ഞാൻ. പ്രിയമാനസം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സിനിമയും ഇന്ത്യയിലെ 3ാമത്തെ സംസ്കൃത സിനിമയുമായിരുന്നു. 2015 സ്പെഷ്യൽ കാറ്റഗറിയിൽ പ്രിയമാനസത്തിന് നാഷണൽ അവാർഡ് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഹീറോ ആയിട്ട് അഭിനയിക്കാനുള്ള വലിയൊരു ഭാഗ്യമുണ്ടായി എനിക്ക്. അതിന് താങ്ക്സ് ഞാൻ പറയേണ്ടത് അതിൻ്റെ ഡയറക്ടർ വിനോദ് മങ്കരയൊക്കെയാണ്. അദ്ദേഹത്തിന് ഏതൊരു ആക്ടറിനെയും കിട്ടിയിട്ടുണ്ടാവാം, ബിക്കോസ് അത് അങ്ങനെയുള്ളൊരു എക്സ്പെരിമെൻറ്റ് ഫിലിമായിരുന്നു. ബിക്കോസ് കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സിനിമ ഉറപ്പായിട്ടും ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ പോകുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആര് അദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്താലും അദ്ദേഹത്തോട് യെസ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം എന്നെ ഓർത്ത് എന്നെ കാസ്റ്റ് ചെയ്തു. സോ വലിയൊരു താങ്ക്സ് അദ്ദേഹത്തിന്. പ്രിയമാനസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ എൻ്റെ ഓർമ്മയിലുള്ള എന്താ പറയുക, നമ്മുടെ അവാർഡ് ഇതിലുള്ളത് അവാർഡല്ല, പക്ഷെ അവിടെ IFFI ഗോവയിൽ സ്റ്റേജിൽ നിന്നും റെഡ് കാർപ്പറ്റിൽ നടന്ന് സ്ക്രീനിങ്ങിന് ജസ്റ്റ് മുമ്പ് സെൻട്രൽ മിനിസ്റ്റർ എനിക്ക് തന്ന മൊമെൻറ്റോ ആണത്. ഗോവയിൽ പോയപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ, അതെല്ലാം എന്താ പറയുക ഡയറിയിലുണ്ട്. ഹീറോ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടാഗ് ഉണ്ട്. നാഷണൽ മറ്റേ IFFIയിലേക്ക് ഗോവയിലേക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഈ ആക്ടേഴ്സിന് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്പെഷ്യൽ കളറിലുള്ള റിബൺ ടാഗാണ് നമുക്ക് തരിക. അങ്ങനെയാണ് നമുക്ക് എല്ലാവിടേക്കും എൻട്രി ഉണ്ട്. അപ്പോൾ അവിടെയുള്ള വെയിറ്റിംഗ് റൂം, ഒരു ലൗഞ്ചൊക്കെ ഉണ്ട്, നമുക്ക് കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ സ്ക്രീനിങ്ങിൻ്റെ ഇടയിലൊക്കെ. ഞാൻ അവിടെ പോയപ്പോൾ നാനാ പട്ടേക്കർ, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഡയറക്ടേഴ്സ് ലാൽ ജോസ് സാർ നമ്മളെ മലയാളത്തിൽ നിന്നും, അതുപോലെ ഒരുപാട് ആൾക്കാർ, മേജർ രവി സാർ ഉണ്ടായിരുന്നു. പക്ഷേ നാനാ പട്ടേക്കറിനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, അവൻ്റെ അമ്മോ, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം അതേ കളറിലുള്ള റിബൺ ടാഗ് ഇട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിലും നമ്മൾ സഹപ്രവർത്തകരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഞാനും മലയാളത്തിൽ നിന്നുള്ള ഒരു ആക്ടറാണ്, ഇതേ തൊഴിൽ ചെയ്യുന്ന ഒരാളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ എന്നൊരു സന്തോഷം. പിന്നെ അവിടെ ഏറ്റവും വലിയൊരു സന്തോഷം നടന്നത് കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന് പറയുന്ന സിനിമയുടെ പാലക്കാട് ഷൂട്ടിംഗ് സമയത്ത് ഞാൻ മണിരത്നം സാറിനെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിനോട് ചാൻസ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഒന്നുമില്ല പറഞ്ഞു. പക്ഷേ അദ്ദേഹം എനിക്കൊരു ഓഫർ തന്നിരുന്നു, ഒരു 3 ദിവസം അവരെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ കൂടെ നടന്ന് ഫുള്ള് കണ്ടോളൂ എന്നുള്ളത്. അങ്ങനെ ഞാൻ 3 ദിവസം എന്താ പറയുക, കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന് പറയുന്ന മലമ്പുഴയിലുള്ള സെറ്റിലും ഇവിടെ ഗ്രാമത്തിലുള്ള സെറ്റിലൊക്കെ ഞാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടിരുന്നു. അദ്ദേഹം എന്നെ മറന്നിട്ടുണ്ടാവും അതിനുശേഷം. ഒരു 3 ദിവസമല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷേ 2015 ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനിമയിലൂടെ പോയി ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ടു. ഞാൻ ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ ഈ സിനിമയിലെ ഹീറോ ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്തോഷത്തോടെ എൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തു. ഞാൻ വിനോദിനെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചു. പക്ഷേ വിനോദ് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു, നീ ആ പഴയ കാര്യം അദ്ദേഹത്തോട് പറയേണ്ടിയിരുന്നു എന്ന്. എന്തോ ചില സമയങ്ങളിൽ നമ്മുടെ നാക്കൊക്കെ ഇങ്ങനെ അടങ്ങിപ്പോവില്ലേ, സംസാരിക്കാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ എന്തു പറയണമെന്ന് എന്താ പറയുക ഒരു ചമ്മല് കൊണ്ടോ ഞാൻ അന്ന് പറഞ്ഞില്ല. പാലക്കാടിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചാൻസ് ചോദിച്ചു വന്ന ആ ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്ന് ഇങ്ങനെ ഒരു സിനിമയുടെ ഹീറോ ആയിട്ടാണ് താങ്കളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നൊരു വാക്ക് പറയാമായിരുന്നു അദ്ദേഹത്തോട്. വിനോദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ ഞാനെന്തോ എനിക്കെപ്പോഴും ഇത്തിരി ചമ്മലും മടിയൊക്കെ കൂടുതലുള്ള ആളാണ്. അന്നും എൻ്റെ ആ ചമ്മലും മടി എനിക്കൊരു പണി തന്നു. പക്ഷേ
വർഷങ്ങൾക്ക് ശേഷം എനിക്കുള്ള സന്തോഷം എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയുടെ ഹീറോ ആയിട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി എനിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി. അതും IFFI ഗോവയിൽ 2015. 2015 2 വർഷം പുറകോട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പേജ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുന്ദരി നീയും സുന്ദരൻ ഞാനും, അതാണ് കറക്റ്റ്. ഞാൻ അന്ന് സന്തോഷം കൊണ്ടും ടെൻഷനും കൊണ്ടും എഴുതി വെച്ചായിരിക്കും സുന്ദരി നീയും സുന്ദരി ഞാനും എന്നാണ് എഴുതിയിരിക്കുന്നത്. തെറ്റാണ്. സുന്ദരി നീയും സുന്ദരൻ ഞാനും ആയിരുന്നു. ഇത് ഡേറ്റ് അന്നത്തെ കണക്കൊന്നും കാണണ്ട. അപ്പോൾ മെയ് 19 സൺഡേ. അപ്പോൾ അന്ന് സുന്ദരി നീയും സുന്ദരൻ ഞാനും ഗ്രാൻഡ് ഫിനാലെ ടുഡേ വി വൺ ഐ ആൻഡ് സോനു. കണക്ക് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മളന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോയ താജിൽ പോയിട്ട് കഴിച്ചതിൻ്റെയാണ്. അത്രയേ ഉള്ളൂ. വേറെ നിങ്ങളിനി വിചാരിക്കേണ്ടില്ല കൈ കൊണ്ട് മറിച്ചുകൊണ്ട് എന്താണെന്ന് വേറെ ഒന്നുമല്ല, അത്രയേ ഉള്ളൂ. സുന്ദരി നീ സുന്ദരൻ ഞാനും ഗ്രാൻഡ് ഫിനാലെ ടുഡേ വി വൺ ഐ ആൻഡ് സോനു. ഞാനും സോനു ആയിരുന്നു അതിൽ പാർട്ട്നേഴ്സ്. ടോട്ടൽ മാർക്സ് 575 ഔട്ട് ഓഫ് 600 ആണെന്ന് തോന്നുന്നു. ഹാഡ് ഡിന്നർ അറ്റ് താജ് വി വാണ്ട് ടു സെലിബ്രേറ്റ്. അപ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു കിരീടമായിരുന്നു സുന്ദരി നീയും സുന്ദരൻ ഞാനും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സുന്ദരി നീയും സുന്ദരൻ ഞാനും ഇല്ല. ദേ മിസ് സോനു SK ആൻഡ് മിസ്റ്റർ രാജേഷ് ഹെബ്ബാർ ഹാസ് ബീൻ സെലക്ടഡ് ആസ് വിന്നർ ഇൻ ദ റിയാലിറ്റി ഷോ സുന്ദരി നീയും സുന്ദരൻ ഞാനും ഹെൽഡ് അറ്റ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ പുളിയറക്കോണം. അപ്പോൾ ഇതായിരുന്നു അന്ന് കിട്ടിയ ആ സർട്ടിഫിക്കറ്റ്. ദേ ആ മനോഹരമായ അവാർഡും ഇവിടെയുണ്ട്. 2013 ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്നായിരുന്നു സുന്ദരി നീയും സുന്ദരൻ ഞാനും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന എന്താ പറയുക റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് താരോത്സവമാണ്, കൈരളി TV വന്നത്. അപ്പോൾ അതിലൂടെ അത്യാവശ്യം ഡാൻസൊക്കെ ചെയ്യുന്നുള്ളത് ഓഡിയൻസൊക്കെ മനസ്സിലാക്കി, അതുപോലെ ചാനലുകാരൊക്കെ മനസ്സിലാക്കി. പിന്നീട് സുന്ദരി നീ സുന്ദരൻ ഞാനും വന്നപ്പോഴാണ് ശരിക്കും ഒരുപാട് 20 ചില്ലാനും ഡാൻസറാണ്. അതായത് സോനു അസാമാന്യ കഴിവുള്ളൊരു ഡാൻസറാണ്. ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് കൂടെ എത്താൻ കുറേ പാടുപെട്ട് എന്തൊക്കെയോ ചെയ്തു, പക്ഷേ എന്തൊക്കെയോ മാനേജ് ചെയ്തു. അങ്ങനെ ഇത് വിൻ ചെയ്തപ്പോൾ ആണ് ഒരുപാട് ഷോസിനുള്ള വിളിയും പിന്നീട് സ്ഥിരമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ പല വേദികളിൽ ഡാൻസിന് വേണ്ടി വിളിക്കുകയും എനിക്ക് 2 അമേരിക്കൻ ഷോസ് 2013 ഇത് വിൻ ചെയ്തതിന് ശേഷം ആ സമയത്തും കിട്ടി. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കിട്ടി, വിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. പിന്നെ 2015 ഈ ഒരു ഒറ്റ ഷോവിൻ്റെ ബലത്തിൽ ഇതും അമ്മക്കിളി എന്ന് പറയുന്ന സ്പേസിൽ അടിമാലി ഡയറക്റ്റ് ചെയ്ത അമ്മക്കിളി എന്ന് പറയുന്ന ഈ 2 വർക്ക് ഏഷ്യാനെറ്റിൽ വന്നതിൻ്റെ ബലത്തിലാണ് എനിക്ക് 2 US ഷോസ് സ്റ്റേറ്റ് ഷോസിനെ കിട്ടിയത്. US ഷോസ് എന്ന് പറയുമ്പോൾ 30 to 45 ഡേയ്സാണ്. എല്ലാ സാറ്റർഡേ സൺഡേ മാത്രമേ അവിടെ ഷോ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 8 മുതൽ 10 അല്ലെങ്കിൽ 12 ഷോസ് ചെയ്തിട്ടാണ് തിരിച്ചു വരിക. അങ്ങനെ ആ 2 ഷോസും എനിക്ക് സമ്മാനിച്ച എന്താ പറയുക വർക്കാണ് സുന്ദരി നീയും സുന്ദരൻ ഞാനും. സുന്ദരി നീയും സുന്ദരൻ ഞാനിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ഡയറിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് ഫോർ ബെസ്റ്റ് വില്ലൻ, നെഗറ്റീവ് റോളിലുള്ളത്. പിന്നെ ഉള്ളത് ഏറ്റവും സന്തോഷം തന്നതും വെണ്ടയ്ക്കക്ഷരത്തിൽ ഞാൻ ഡയറിയിൽ എഴുതിയിട്ടുള്ളതാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ടിക് 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 എന്ന് പറയുന്നത് ടിക് ടിക് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് അഭിനയത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. 2006 തനിയെ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ 2ാമത്തെ മികച്ച നടനുള്ള അവാർഡും കിട്ടി. ഈ കാര്യങ്ങളാണ് 2006 2010 ഡയറിയിൽ ഉണ്ടായിരുന്നത്. നേരെ ഞാൻ ഡയറി കണ്ട ഉടനെ ഓടി വന്ന് ഇതാണ് ഷൂട്ട് ചെയ്തത്. ഇനി കുറേ വർഷങ്ങൾ മുന്നോട്ട് വളരെ അടുത്ത കാലത്തേക്ക് വരികയാണ്. 2023 ഡയറി. അത് 7/2/2023 വന്നു. അമൃത TV ഷൂട്ട് ടുഡേ ഇറ്റ് വെന്റ് വെൽ. കോൾ ഫ്രം ഫ്ലവേഴ്സ് TV ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ടു ആക്ട് ഇൻ ഉപ്പും മുളകും. അങ്ങനെ അമൃത TVയുടെ ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം എന്ന് പറയുന്ന ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഫോൺ വരുന്നത്. ഇങ്ങനെ ആദ്യം ഞാൻ സ്റ്റേജിലാവുമ്പോഴാണ് ഫോൺ വന്നത്. എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പുറത്തു പോയിട്ട് അദ്ദേഹത്തെ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് പറയുക ഓർമ്മയുണ്ടോ എന്നെ എന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുമ്പ് എൻ്റെ ഒരു അവാർഡ് കാണിച്ചു. തനിയെ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് എനിക്ക് ക്രിട്ടിക്സ് അവാർഡ് കിട്ടി എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് ചെയ്തിരുന്നത് 2006-2007 കാലഘട്ടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്ന് ഡയറക്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ സാറാണ്. അതിനുശേഷം ഏകദേശം 17 അല്ലെങ്കിൽ 16 വർഷങ്ങൾക്ക് ശേഷം
ഉപ്പും മുളകും എന്ന് പറയുന്ന വർക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്നെ വിളിക്കുന്നു. അന്ന് എൻ്റെ അവൈലബിൾ ഡേറ്റ്സ് പറഞ്ഞു. സാർക്ക് ഞാൻ പറഞ്ഞു ഇത് ഓക്കെ ആണെങ്കിൽ ഞാൻ വന്ന് ജോയിൻ ചെയ്യാം സാർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം എല്ലാം ഡേറ്റ്സൊക്കെ ഓക്കെ ആയി. ഞാനിപ്പോൾ ഇതാ 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഉപ്പും മുളകിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ആനിവേഴ്സറി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഡയറിയിലൂടെ അങ്ങനെ ആ പുതിയ വർക്കിലേക്ക് വരികയും ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വർക്കിനെ കുറിച്ചും കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ബിക്കോസ് അന്ന് ആദ്യം സംസാരിക്കുമ്പോൾ ഡേറ്റ്സ് അഡ്ജസ്റ്റ് ആവുമോ, ബിക്കോസ് ഞാൻ പല വർക്ക് അപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ ഫ്ലവേഴ്സ് ചാനലിനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നു, താങ്ക്സ് ടു ദം. അങ്ങനെ 1 വർഷമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ രാംകുമാറായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഉപ്പുമുളക് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേയും ഞാനതിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കാണിച്ചു തരാം. ഫെബ്രുവരി 21, 2023 ഉപ്പും മുളകും ഷൂട്ട് ഡേ ഫസ്റ്റ് ഡേ. ഇതും ഇനി ഒരു 10 വർഷം കഴിഞ്ഞാലും ഈ ഡയറി എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് ഡയറികൾ, ഒരുപാട് ഓർമ്മകൾ എല്ലാം കൂടി പറയാൻ നിന്നാൽ ഒരു എപ്പിസോഡ് മതിയാവില്ല, ഒരുപാട് എപ്പിസോഡ്സ് വേണ്ടി വരും. അതുമാത്രമല്ല അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതല്ല, എനിക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ തരണമെന്നുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഞാൻ നല്ല ഓർമ്മകൾ മാത്രമാണ് ഷെയർ ചെയ്തത്. എല്ലാവർക്കും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതം എപ്പോഴും മുന്നോട്ടാണ്. നമ്മൾ എപ്പോഴും ഈ വിഷമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ, വിഷപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ പോസിറ്റീവായിട്ട് മുന്നിൽ പോവുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ എല്ലാ എപ്പിസോഡ്സിലും ഞാൻ ഈ രാജേഷ് അബ്ബാർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ എന്നല്ല, മൊത്തമായിട്ടും ഞാനത് പാലിച്ചിട്ടുണ്ട്. അതായത് പോസിറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് മാത്രമേ ഞാനിടുള്ളൂ. അതായത് നെഗറ്റീവായിട്ടുള്ള കണ്ടൻറ്റോ മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്നതോ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് സക്സസ് നേടാനുള്ള ഒരു എപ്പിസോഡോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. ഈ ഡയറിയെക്കുറിച്ച് പറയുമ്പോഴും ഇതിലും നമുക്ക് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുണ്ടാവും. എൻ്റെ മുത്തശ്ശി ഞങ്ങൾ വിട്ടുപോയ ദിവസം ഇതിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് ഡയറിയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാതെ അതിൽ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും. മുത്തശ്ശി ജീവിച്ചത് 84 വയസ്സ് വരെയാണ്. സന്തോഷമായിട്ട് എപ്പോഴും സ്നേഹത്തോടെയും ഫുൾ ഊർജ്ജസ്വലയായിട്ടാണ് ജീവിച്ചത്. എൻ്റെ മുത്തശ്ശി 4ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജീവിത അവസാനം വരെ 8 ഭാഷകൾ സംസാരിക്കുമായിരുന്നു. ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പർ രാവിലെ ഫസ്റ്റ് പേജ് ടു ലാസ്റ്റ് പേജ് വായിക്കുമായിരുന്നു. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. എൻ്റെ മുത്തശ്ശനാണ് പിന്നീട് കല്യാണത്തിന് ശേഷം മുത്തശ്ശിയെ ലാംഗ്വേജസ് ഒക്കെ പഠിപ്പിച്ചത്. ആ മുത്തശ്ശിയാണ് എന്നെ ആക്ടിങ്ങിന് ഒരുപാട് എൻകറേജ് ചെയ്തത്. ഞാൻ സിനിമകൾ മാത്രം ചെയ്ത് മനസ്സിനക്കരെ എത്തി നിൽക്കുമ്പോൾ മുത്തശ്ശിയാണ് പറഞ്ഞത്, ഞാൻ വീട്ടിലിരുന്നല്ലേ മോനെ കാണുന്നത്, നീ സീരിയൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ദിവസവും നിന്നെ കാണാമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കെ രാജീവ് സാറിനോട് അപ്രോച്ച് ചെയ്യാനും എനിക്ക് ഓർമ്മ കിട്ടാനും ഞാൻ സീരിയലിലേക്ക് എൻട്രി ചെയ്യാനും കാരണം മുത്തശ്ശി വലിയൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നൊമ്പരപ്പെടുത്തുന്നൊരു ഓർമ്മയാണെങ്കിലും ഞാൻ ഓർക്കുന്നത് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് എൻ്റെ മുത്തശ്ശിയുമായിട്ട്. ഇപ്പോൾ ഞാൻ ഡയറിയിൽ ഇപ്പോൾ 2024 എത്തി നിൽക്കുകയാണ്. ജനുവരിയിൽ ഞാൻ എഴുതി വെച്ചൊരു കാര്യം, അത് മാത്രം പറയാം. അത് നെഗറ്റീവായിട്ടല്ല പറയുന്നത്. അതിലും ഞാൻ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ശ്രമിക്കാം. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ, കുട്ടിക്കാലം മുതൽ സുഹൃത്തായ ജോൺ സാമുവൽ, ബേബി എന്ന് പറയും, അദ്ദേഹം സുഖമില്ലാതെ നമ്മളെ വിട്ടുപോയി. ഞാൻ ബേബിയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് ഈ പ്രോഗ്രാമിൽ പറയാൻ കാരണം എൻ്റെ പഴയ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഹോം വർക്കൗട്ടിനെ കുറിച്ച്, ഇതൊക്കെ എൻ്റെ തുടക്ക സമയത്താണ്. അതായത് അന്ന് എനിക്ക് ആ കൂടി 1000 ചില്ലാനോ എന്തോ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. 1000 ഉണ്ടായിരുന്നെന്ന് പോലും എനിക്കറിയില്ല. അന്ന് ചെയ്ത എപ്പിസോഡിൽ ബേബി ഉണ്ടായിരുന്നു. ആദ്യം ചെയ്ത എപ്പിസോഡ്സിലൊക്കെ, മലമ്പുഴയെക്കുറിച്ച് ചെയ്ത എപ്പിസോഡ്സിലും ഇതിലൊക്കെ ബേബിയാണ് സ്ഥലം കാണിക്കാനും. ബിക്കോസ് എന്താ പറയുക, ഞാനും പാലക്കാട്ടുകാരനാണെങ്കിലും ബേബിയെ പോലെ എനിക്ക് എല്ലാ മുക്കുമൂല്യം അറിയില്ല. അപ്പോൾ ജോൺ എന്ന പേര് ഞങ്ങളെല്ലാവരും വിളിക്കുക ബേബി എന്നാണ്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ എല്ലാ എപ്പിസോഡ്സിലും ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുകയും ഷൂട്ട് ചെയ്യാൻ സഹായിക്കുകയും ആദ്യം പോയി പെർമിഷൻ എടുത്ത് അവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. സാരഥിയായിരുന്നു. ഭയങ്കര ഡ്രൈവിംഗ് ഭ്രാന്തനായിരുന്നു. എന്നെ ഒരുപാട് ദൂരയാത്രകൾക്ക് എൻ്റെ കൂടെ എന്താ പറയുക എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്താ പറയുക, ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയി. പക്ഷേ ഞാൻ ബേബിയെക്കുറിച്ച് പറയുമ്പോഴും അതിൽ ഞാൻ പറയാനുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്താ പറഞ്ഞാൽ, അദ്ദേഹം ജീവിതം ആഘോഷിച്ച് ജീവിച്ച ഒരാളാണ്. അദ്ദേഹം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എന്നും ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ എപ്പിസോഡിൽ എന്നും ബേബി ഉണ്ടാവും. ബേബി അതിൽ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്ത് ബന്ധത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, വ്യായാമത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബേബി നല്ലൊരു ഫുട്ബോളറായിരുന്നു, നല്ലൊരു അത്ലീറ്റായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതാ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ഒരു ഡയറി എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിന് പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങൾ ഓർക്കുക. അത് ഓർത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഈ എപ്പിസോഡ് തുടങ്ങിയത്
ഈ കിട്ടിയ അവാർഡ്സും ഓർമ്മകൾക്കും മുന്നിൽ വെച്ചിട്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് തന്നെ ഈ എപ്പിസോഡ് അവസാനിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഡയറിയും ഞാൻ വിശ്വസിക്കുന്നത് ഓരോ ആത്മകഥയുടെ ഓരോ ചാപ്റ്ററാണ്. നിങ്ങൾ എഴുതുന്നില്ലെങ്കിൽ എഴുതി വയ്ക്കൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കറിയാം എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് സ്മാർട്ട് ഫോണിലാണ്. പലപ്പോഴും എഴുത്തൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പഴയ ഡയറികൾ ഓർക്കുമ്പോഴാണ് എൻ്റെ മോൻ ജനിച്ച ആ ദിവസം, എൻ്റെ ഇരട്ട പെൺകുട്ടികൾ ജനിച്ച ആ ദിവസം, എൻ്റെ മോൻ ആദ്യമായി എണീറ്റ് നിന്ന ദിവസം, എൻ്റെ ഇരട്ട പെൺകുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയ ദിവസം, എൻ്റെ ഫസ്റ്റ് മാരേജ് ആനിവേഴ്സറിയുടെ ദിവസം, ഇതെല്ലാം ഈ ഡയറികളിലുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് ആവണമെന്നില്ല, പക്ഷെ നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഇൻട്രസ്റ്റ് ആവാം. നമ്മുടെ ഒരു ജീവിതമാണ് ഈ ഡയറി. ഇതിൽ പറ്റാവുന്നത്ര ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഡയറിയിലും എഴുതാറുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വേർപാടുകളെക്കുറിച്ച് എഴുതാതെ പറ്റില്ല, അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഡയറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആത്മകഥയുടെ ഒരു ഏട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഫാസിനേറ്റിംഗ് ആണ്. എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്, എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളുണ്ട്, ഇനി ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിക്കാനുണ്ട്. ഇനി വരുന്ന നാളുകൾ അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ അത് ഓർമ്മയാവും. നാളെ എന്നുള്ളത് മറ്റന്നാളാകുമ്പോഴേക്കും നാളെ ഒരു ഓർമ്മയായിട്ട് മാറും. അതുപോലെ ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് സൃഷ്ടിക്കാം. ഡയറികൾ എഴുതൂ, ഒരു ആത്മകഥ തന്നെയായിട്ട് മാറട്ടെ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങളൊരു നോബൽ പ്രൈസ് വിന്നറോ, നിങ്ങളൊരു നാഷണൽ അവാർഡ് വിന്നറോ, നിങ്ങളൊരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററോ ഒക്കെ ആവുകയാണെങ്കിൽ ഈ ഡയറികളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളായിട്ട് മാറി നാളെ ഒരു ആത്മകഥയായിട്ട് മാറാൻ പോകുന്നത്. സോ കീപ് റൈറ്റിംഗ് അബൌട്ട് എവറിത്തിങ് ജോയ്ഫുൾ. ലവ് യു ആൾ. എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കീപ് വാച്ചിങ് മീ. ലവ് യു ആൾ.